കളത്രം ഭാഗം 78. ഒരു ദിവസം കൃഷ്ണ കുളിക്കാൻ കയറിയ സമയമാണ്. വെള്ളം കുടിക്കാൻ അവൻ ഡൈനിങ് റൂമിലേക്ക് എത്തിയത്. കിച്ചണിൽ വേഗത്തിൽ പാത്രം കഴുകി നിൽക്കുന്ന സത്യയെ കണ്ടപ്പോൾ ഗൂഢമായ ഒരു ചിരിയോടെ അവൻ അടുത്തേക്ക് ചെന്നു. ഇടുപ്പിലൂടെ ഇഴഞ്ഞ വിരലുകൾ അവളിൽ ഞെട്ടലുണ്ടാക്കി. അതേ ഞെട്ടലോടെ തിരിഞ്ഞവളുടെ മുഖത്ത് സൂരജിനെ കണ്ടുണ്ടായ അറപ്പ് ഒന്ന് പ്രതികരിക്കും മുമ്പേ തുളസിയുടെ കടന്നുവരവോടെ അപ്രത്യക്ഷമായി. അവളുടെ പതർച്ചയുടെ കാരണം മനസ്സിലാവാതെ സൂരജ് അവൾ തന്നിൽ ഭയന്നെന്ന ചിന്തയോടെ വിരലുകൾ അവളുടെ മാറിലേക്ക് ചലിപ്പിച്ചു. പെട്ടെന്ന് കൃഷ്ണയുടെ വിളി കേട്ട് സൂരജ് കൈകൾ പിൻവലിച്ച് തിരിയുമ്പോഴാണ് തുളസിയെ കണ്ടത്. പിന്നിൽ കൃഷ്ണ നിൽക്കുന്നത് കൊണ്ട് കനത്ത മുഖത്തോടെ തുളസി തിരികെ നടന്നു. ദേഷ്യവും സങ്കടങ്ങളും കഴുകുന്ന പാത്രങ്ങളിൽ തീർത്തുകൊണ്ട് നിൽക്കുന്ന സത്യയും വിയർപ്പ് പൊടിഞ്ഞ മുഖവുമായി നിൽക്കുന്ന സൂരജും അവളിൽ സംശയം പടർത്തി. സൂരജേട്ടനെ ആരോ വിളിച്ചു. അവൾ കയ്യിലിരുന്ന ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് സത്യയുടെ അരികിലേക്ക് ചെന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന പ്രവൃത്തികളും നിറച്ച് പാത്രം കഴുകുന്ന സത്യയെ കണ്ട് അവൾ തിരിഞ്ഞ് സൂരജിനോട് എന്താ കാര്യമെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. അവനും അതേപോലെ അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വലിഞ്ഞു. സത്യ, മാറി, ഞാൻ കഴുകാം. കൃഷ്ണ പറഞ്ഞത് കേൾക്കാതെ വേഗത്തിൽ കഴുകുന്ന സത്യയെ അവൾ പിടിച്ചു മാറ്റി. കൃഷ്ണയുടെ കൈ സത്യ തട്ടിത്തെറിപ്പിച്ചു. അനുവാദമില്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ. കലതുള്ളി തിരിഞ്ഞ സത്യയുടെ പുതിയ മുഖത്തിൽ കൃഷ്ണ ഭയന്ന് പിന്നോട്ട് നീങ്ങി. പാത്രം അവിടെ ഇട്ടിട്ട് പുറത്തെ പൈപ്പിൻ ചോട്ടിൽ പ്ലാസ്റ്റിക് ബക്കറ്റിൽ പിടിച്ചു വെച്ച വെള്ളം തലമീതെ കമഴ്ത്തുന്ന സത്യയെ അവൾ ആശങ്കയോടെ നോക്കി. നിന്ന നിൽപ്പിൽ വെള്ളമെടുത്ത് കമത്താൻ എന്താ കാര്യം? ഇവളുടെ ദേഹത്ത് വല്ലതും വീണോ? അതോ താൻ തൊട്ടതിൻ്റെ ദേഷ്യമാണോ? ഓരോ നേരവും ഓരോ സ്വഭാവമാണല്ലോ. കാര്യം എന്താണെന്ന് അമ്മയോട് ചോദിച്ചാലോ? താൻ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പുകയുന്നുണ്ടെന്ന ചിന്തയോടെ അകത്തേക്ക് നടന്ന കൃഷ്ണ കേൾക്കുന്നത് ജയദേവനോട് സത്യയുടെ വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് പറയുന്ന തുളസിയെയാണ്. ഓഹോ, അമ്മ കല്യാണക്കാര്യം പറഞ്ഞതിനാണോ? സൂര്യചേട്ടൻ അവളുടെ മനസ്സിലുണ്ടെന്നാണോ? പക്ഷേ അവളല്ലേ പറഞ്ഞത് അവളായി വേണ്ടെന്ന് പറഞ്ഞിരുന്നെന്ന്. സൂര്യചേട്ടനേക്കാൾ നല്ലൊരാളെ അവൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ചിലപ്പോൾ സൂര്യചേട്ടൻ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. മറ്റുള്ളവരെ ചൊറിയുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണല്ലോ. സൂരജിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതാവുമെന്ന് കൃഷ്ണ ഉറപ്പിച്ചു. സൂരജും സത്യയും തമ്മിലുള്ള ഈഗോ കൃഷ്ണ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. സത്യയ്ക്ക് സൂരജിനോടുള്ള പുച്ഛവും വെറുപ്പും ധാർഷ്ട്യവും ചുരുങ്ങിയ സമയം കൊണ്ട് അവൾ മനസ്സിലാക്കിയിരുന്നു. സൂര്യചേട്ട എന്ന സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ സത്യം ഉണ്ടായിരുന്നല്ലോ എന്നൊരു സംശയം അവളിൽ സ്ഥാനം പിടിച്ചു. ആദ്യമായി വാര്യത്ത് വീട്ടിൽ വരുമ്പോൾ സൂരജിന് മുമ്പിൽ വിധേയത്തോടെ നിന്ന പെൺകുട്ടിയെ അവൾ ഓർത്തു. അവൾക്ക് വേണ്ടി കലഹമുണ്ടാക്കുന്ന സൂരജിനെയും. അതൊരു സഹോദരന്റെ കരുതൽ തന്നെ ആയിരുന്നില്ലേ? ഉവ്വ്, ആയിരുന്നു. അവളുടെ കണ്ണിൽ പ്രേമമായിരുന്നില്ല, ഭയമായിരുന്നു. പ്രേമമാണെങ്കിൽ തൻ്റെ വീഡിയോ എടുത്ത വ്യക്തിയോട് കാമുകൻ പ്രതികരിക്കുന്നത് സന്തോഷത്തോടെയല്ലേ നോക്കി നിൽക്കുക? അവിടെ ഒരു ആരാധനയും ഉണ്ടാവില്ലേ? താൻ പോലും അന്ന് ആരാധനയോടെയല്ലേ നോക്കി നിന്നത്? സൂര്യചേട്ടന് മറ്റുള്ളവരെ ഭരിച്ച് കീഴിൽ നിർത്താൻ ഭയങ്കര താല്പര്യമാണ്. ഇതെല്ലാം അതിൻ്റെ പ്രശ്നം തന്നെയാ. കൃഷ്ണ ഇങ്ങോട്ട് വലതുകാൽ വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങളെ നിങ്ങളെ നന്നാക്കുന്ന കാര്യം കൂടിയുണ്ട് സൂര്യചേട്ട. അവൾ ചിരിയോടെ മുറിയിലേക്ക് ചെന്നു. സത്യക്ക് എന്താ സൂര്യചേട്ട പറ്റിയത്? എന്ത് പറ്റാൻ? അവൻ അലസമായി ഫോണിൽ നോക്കി. ആ കുട്ടി വല്ലാത്ത ഫ്രസ്ട്രേഷനിലാണ്. നല്ലൊരു കൗൺസിലിംഗ് തന്നെ വേണമെന്ന് തോന്നുന്നു. അതിനെ പോയി ചൊറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ചെയ്തുകൂടെ? സൂരജ് ഒന്നും മിണ്ടാതെയിരുന്നു. ഞാൻ കാരണമാണോ സൂര്യചേട്ടാ? നമ്മുടെ വിവാഹം കാരണമാണോ? ആ കുട്ടി നിങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും നിരാശ എന്തിനു വേണ്ടിയാണ്? കൃഷ്ണയുടെ കണ്ടുപിടുത്തങ്ങളിൽ സൂരജ് പകച്ചു. നീയല്ലേ പറഞ്ഞത് എന്നെ വേണ്ടെന്ന് അവൾ തന്നെ അമ്മയോട് പറഞ്ഞെന്ന്? അങ്ങനെ വരുമ്പോൾ അവൾ എന്നെ ആഗ്രഹിച്ചിരുന്നോ? എനിക്കറിയില്ല, അവൾ വാടിയ മുഖത്തോടെ പറഞ്ഞു. നമ്മുടെ വിവാഹത്തിനു മുമ്പ് അവളുടെ നടത്താൻ ശ്രമിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ചില റിലേഷൻ ശരിയായ വഴിക്കായിരുന്നില്ല. അതുമൂലം ആ വിവാഹം നടന്നില്ല. ആരാണ് പയ്യൻ? ഇവിടെ അടുത്തുള്ളതാ. അവളെ പാട്ട് പഠിപ്പിച്ച ടീച്ചറുടെ മകൻ. ഓ, എനിക്കറിയാം, വിശാലേട്ടനല്ലേ? ഉത്സാഹത്തോടെ പറയുന്ന കൃഷ്ണയെ അവൻ ഇഷ്ടക്കേടോടെ നോക്കി. ഇക്കാര്യം മുമ്പ് എന്നോട് സൂര്യചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ പറ്റിയത്? അവളുടെ സ്വഭാവം അവന് മനസ്സിലായി കാണും. ശരിയാ, സത്യക്ക് ഓരോ സമയത്തും ഓരോ മുഖമാണ്. വിവാഹം കൊണ്ട് മാറുന്ന നിരാശയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ വിവാഹം നടക്കട്ടെ.
നമ്മളിങ്ങനെ സന്തോഷത്തോടെ കഴിയുമ്പോൾ ആ കുട്ടി ഈ അവസ്ഥയിൽ, അതൊരു നോവാണ്. പിന്നെ സുരഭിയെ നല്ലോണം ഒന്ന് പിടിച്ചോ. ഇന്നലെ രാത്രി ഫോണും കൊണ്ട് പുറത്തു നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇന്ന് നമുക്ക് ഒരുമിച്ച് പോക്കാം. അവളെയും ഒന്ന് നേരെയാക്കി എടുക്കണം. അത്ര നല്ല ബന്ധത്തിലല്ല അവൾ ചെന്ന് ചാടിയേക്കുന്നത്. ജോലിയും കൂലിയും ഇല്ലേലും പൊന്നുപോലെ നോക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ആ ചെക്കൻ നല്ല പിടിപാടുള്ള വീട്ടിലേതാ. അതിനൊക്കെ ഇതൊരു തമാശ മാത്രമാണ്. ഫിയാൻസി എന്ന പേരിൽ അവനൊരു പെണ്ണിനെ കൊണ്ടു നടക്കുന്നുണ്ട്. അത് പോരാനിട്ടാണ് സുരഭി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ പോയാൽ അടി കൊടുത്ത് പിരിയേണ്ടി വരും. സൂരജ് കൃഷ്ണ പറയുന്നത് അലക്ഷ്യമായി കേട്ട് വീണ്ടും ഫോണിൽ നോക്കുമ്പോൾ ദേഷ്യത്തിൽ അവൾ അവന്റെ ഫോൺ തട്ടിമാറ്റി ചുണ്ടിൽ ചുണ്ടു ചേർത്തു. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം അകന്നു മാറിയവൾ പരിഭവത്തോടെ അവനെ നോക്കി. ഞാൻ കാര്യം പറഞ്ഞാൽ കേൾക്കാൻ വയ്യ. ഉമ്മ തന്നാൽ പിടിവിടാതെ തുടരാനറിയാമല്ലോ. എനിക്ക് സംസാരത്തേക്കാൾ പ്രവൃത്തിയാണ് ഇഷ്ടമെന്ന് നിനക്കറിയില്ലേ? അവളുടെ കഴുത്തിൽ മുഖമുരസി ഉടയാടകളുടെ മറന്നിരിക്കുമ്പോൾ അവൻ സ്വകാര്യം പോലെ പറഞ്ഞു. നാണവും കാമവും മോഹവും ചേർന്നൊരു പുതിയ ലോകത്തിലേക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് കൃഷ്ണ ലയിച്ചു ചേർന്നു. ഫോണും കൊണ്ട് സുരഭി പമ്മി മുറിക്ക് പുറത്തിറങ്ങി. സത്യപ്പോൾ കിടപ്പ് താഴത്തെ മുറിയിലാണ്. തൊട്ടടുത്ത മുറിയിൽ തുളസിയും. അച്ഛമ്മയുടെ മുറിയാണ് അവൾ കയ്യേറിയത്. അവിടെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾ നിറഞ്ഞ കുറേയധികം സാധനങ്ങളുണ്ട്, അവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ. അരുണിനെ തന്റെ മുറിയിലേക്ക് കയറ്റാനും സുരഭിക്ക് ധൈര്യം കൊടുത്തതിന്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്. സൂരജും കൃഷ്ണയും അവരുടെ ലോകത്തായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പതിവ് പോലെ മൈഥുനാലസ്യം കൊണ്ട് തുടുത്തതും നിദ്ര കവരാൻ വെമ്പുന്ന കൂമ്പിയതുമായ മിഴികളോടെ അരുണിനെ യാത്രയാക്കാൻ താഴേക്കിറങ്ങിയപ്പോഴാണ് തുളസിയുടെ മുറിയിൽ വെളിച്ചം കണ്ടത്. അവർ അടുക്കള ഭാഗത്തുണ്ടെന്ന് കണ്ടതും അതുവഴി പോകാൻ കഴിയില്ലെന്ന് അരുൺ സുരഭിയോട് മുരണ്ടു. അമ്മ മാറുന്നതുവരെ ഒന്ന് ഒളിച്ചു നിൽക്കരുൺ. എങ്ങോട്ടെന്ന് അവന്റെ ചോദ്യത്തിന് ചുറ്റും ശ്രദ്ധ തിരിക്കുമ്പോഴാണ് അവൾ സൂരജിന്റെ റൂമിന്റെ വാതിൽ തുറക്കുന്നത് ശ്രദ്ധിച്ചത്. ഞൊടിയിൽ അവൾ അവനെ സത്യ കിടന്ന മുറിയിലേക്ക് വലിച്ചു കയറ്റി. പിടിക്കപ്പെട്ടാൽ എന്നെ കാണിച്ചു കൊടുക്കല്ലേ അരുൺ. ദേ ഈ കിടക്കുന്നവളുടെ മേലെ പഴിചാരിയാൽ മതി. സുരഭി അവന്റെ കാതിൽ പിറുപിറുത്തു. ചുമ്മാ കാണിച്ചാൽ ഉടനെ ഇവിടെയുള്ളവർ വിശ്വസിക്കുമോ? അതൊക്കെ വിശ്വസിക്കും. ഞാൻ അവളുടെ കുറച്ച് ഫോട്ടോസ് അയക്കാം. അതും അരുണിൻ്റെയും ചേർത്ത് കണ്ടാൽ വിശ്വസിക്കാതെ എവിടെ പോകാനാണ്? എന്നോടുള്ള പ്രേമം മൂലം ഇവിടെ വന്നിട്ട് നീ എന്നെ തേച്ച് ഇവളുമായി അടുത്തെന്ന് പറയാമല്ലോ. പിടിക്കപ്പെട്ടാൽ എപ്പോഴെങ്കിലും നിനക്ക് ഈ ബുദ്ധി ഉപയോഗിക്കാം. എങ്ങനെയും അരുൺ തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സുരഭിയും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അമൃതയോടുള്ള പ്രതികാരം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൾ അരുണിനെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്തുന്നത്. ഇടഞ്ഞു നിന്നാൽ അരുൺ തന്റെ ജീവിതം കുട്ടിച്ചോറാക്കുമെന്ന പേടിയും അവൾക്കുണ്ട്. അവൾ ഇപ്പോൾ ദീപാപിള്ളയുടെ സ്പൈ കൂടിയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അരുൺ ഇടപെട്ടിരുന്നത്. പ്ലാനിങ് പോലെ ദീപ ചോദിക്കുന്നതൊക്കെ അവനോട് തുറന്നു പറഞ്ഞവൾ അവന്റെ വിശ്വസ്തത പിടിച്ചു പറ്റുന്നുണ്ട്. സുരഭിയുടെ സംസാരത്തിൽ അവന്റെ കണ്ണുകൾ കിടക്കയിലുള്ളവളെ തേടിപ്പോയി. സുന്ദരമായ ഉടലഴക് ആ മങ്ങിയ വെളിച്ചത്തിലും അവൻ കണ്ടെത്തി. അവളുടെ കാലിലെ നീണ്ട വിരലുകളിൽ അവന്റെ കണ്ണുകൾ പതിഞ്ഞു. സുരഭിയുടേത് അല്പം തടിച്ചു കുറുകിയ വിരലുകളാണ്, സത്യയുടേത് മെലിഞ്ഞ നീണ്ട വിരലുകൾ. അവന്റെ കണ്ണുകൾ അവളിൽ നിന്ന് പിൻവലിയാൻ മടിച്ചു. അവന് സത്യയോട് അടക്കാൻ കഴിയാത്ത ആഗ്രഹം തോന്നി. അതിനിടയിൽ ഒരു വിധത്തിൽ സുരഭി അവനെ വെളിയിലെത്തിച്ചതുപോലും അരുൺ അറിഞ്ഞില്ല. വേഗം പോ അരുൺ, അവൾ തോളിൽ തട്ടി പറയുമ്പോഴാണ് അവന് ബോധം വീഴുന്നത്. ഒടുവിൽ സത്യയുടെ മുഖം ഫോണിൽ കണ്ട് കണ്ട് അവളെ ഒരു തവണയെങ്കിലും സ്വന്തമാക്കണമെന്ന ആർത്തി അരുണിനുണ്ടായി. സത്യ ആളെങ്ങനെയാ? കണക്ഷൻ വല്ലതും ഉണ്ടോ? സംസാരത്തിനിടയിൽ അവൻ സത്യയെക്കുറിച്ച് സുരഭിയോട് തിരക്കുമ്പോൾ അവന്റെ താല്പര്യം മനസ്സിലാക്കി എന്റെ ഏട്ടൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞതാണെന്ന് അവൾ വെറുപ്പോടെ പറഞ്ഞു. അതോടെ അവളെ തന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ലെന്ന് അവൻ കണക്കുകൂട്ടി. നീ അവളെ എൻ്റെ അടുത്തേക്ക് എത്തിക്കുമോ? അപ്രതീക്ഷിതമായി കേട്ട ചോദ്യത്തിൽ സുരഭി നടുങ്ങി. അതെന്തിനാരും? നിനക്ക് ഞാനില്ലേ? നിന്റെ ഇഷ്ടങ്ങളോട് ഞാൻ നോ പറയാറില്ലല്ലോ. അവൾ നിന്നെ പോലെ വെർജിനൊന്നുമല്ലല്ലോ. ഒന്ന് ഉപ്പ് നോക്കട്ടെടി. സൈഡ് ഡിഷായിരിക്കട്ടെ, നീ എൻ്റെ മീനല്ലേ. തർക്കം അവനുമായി തുടരാൻ കഴിയാത്തത് കൊണ്ട് സുരഭി മൂളിക്കൊടുത്തു. പിണക്കം വേണ്ട സുരഭി. മൃദു ഉണ്ടായിട്ടും അവൾ എതിർത്തിട്ടും നീ എൻ്റെ കൂടെയില്ലേ? അതിൽ നിന്ന് തന്നെ നിനക്കറിയില്ലേ കാരണം എന്താണെന്ന്? ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞ പെണ്ണ് നീയല്ല, പക്ഷേ നിന്നെ ആദ്യമായിട്ട് അറിഞ്ഞത് ഞാനാണ്. എനിക്ക് മുമ്പോ അതിനുശേഷമോ നിന്റെ ജീവിതത്തിൽ ഇനി ആരും വരാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ സ്ഥാനം എനിക്കുള്ളിൽ ഒരുപാട് ഉയരത്തിലാണ്. അതിലിനി ഏത് അപ്സരസ് വന്നാലും മാറ്റമുണ്ടാകില്ല. അവന്റെ വാക്കുകളിൽ അവളുടെ ഉള്ളം കുളിർന്നു. പരസ്പര സമ്മതത്തോടെയുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബന്ധത്തെ ശക്തമാക്കും സുരഭി. അല്ലെങ്കിലും ആണുങ്ങൾക്ക് അവരെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളെക്കാൾ സ്വാതന്ത്ര്യം കൊടുക്കുന്ന പെണ്ണുങ്ങളെയാണ് ഇഷ്ടം.
നിന്നോട് എനിക്കുള്ള താല്പര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടും. അതോടെ അവൻ തന്നെ പൂർണ്ണമായും വിശ്വസിച്ചെന്ന് അവൾക്കുറപ്പായി. എങ്കിൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും മുമ്പിൽ എന്നെ നിർത്തി കൂടെ കൂട്ടുന്ന കാര്യം പറഞ്ഞുകൂടെ? തമാശ കേട്ടതുപോലെ അരുൺ ഉച്ചത്തിൽ ചിരിച്ചു. എന്തോന്ന് സുരഭി, ഒന്ന് തൊട്ടാലുടനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്ന ശീലം ഇതുവരെ മാറിയില്ലേ? അങ്ങനെ കല്യാണം കഴിക്കാനാണെങ്കിൽ ഞാൻ എത്ര പേരെ പരിഗണിക്കണം? തൽക്കാലം നീ സത്യം ഒന്ന് വളച്ചതാ. നിനക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നതാണ്. അവന് സത്യയോട് താല്പര്യമുള്ളത് കൊണ്ട് പിടിക്കപ്പെട്ടാൽ അവളുടെ പേര് പറഞ്ഞോളുമെന്ന് സുരഭി ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നെ കാണാനല്ല, സത്യയെ കാണാനാണ് അരുൺ വരുന്നത്. ഓ, സമ്മതിച്ചു പൊന്നേ. നീ എന്നെ ആ വീട്ടിലേക്കൊന്ന് കയറ്റിത്താ. പഴയ പോലെ അത്ര എളുപ്പമല്ല അരുൺ. കൃഷ്ണയെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിളിക്കാം. അവൾ ഫോൺ കട്ട് ചെയ്തു. അരുണിനെ എനിക്ക് വേണോ? അവൾ നഖം കടിച്ചുകൊണ്ട് ചിന്തിച്ചു. അവനെ കൊണ്ട് നേട്ടം മാത്രമേ ഉള്ളൂ. ഇനിയൊരിക്കൽ കൂടി എന്തെങ്കിലും കേൾപ്പിച്ചാൽ ഈ വീടിന് പുറത്തായിരിക്കും എൻ്റെ സ്ഥാനം. അങ്ങനെ ഈ വീട്ടിൽ സത്യ സുഖിച്ചു കഴിയേണ്ട. കൃഷ്ണയെല്ലാം അറിഞ്ഞ് അവർ തമ്മിൽ തെറ്റാൻ ഒരു തീപ്പൊരി ഇട്ടു കൊടുക്കണം. സത്യ അത്ര നല്ല സ്വഭാവമുള്ള പെണ്ണല്ലെന്നറിയുമ്പോൾ കൃഷ്ണ സ്വാഭാവികമായും അവരെ ശ്രദ്ധിക്കും. സൂര്യചേട്ടൻ എപ്പോഴും അവളെ തൊട്ടുരുമി നടക്കുന്നത് കൊണ്ട് പിടിക്കപ്പെടാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. സത്യയുടെ മുറിയിൽ നിന്ന് അരുണിനെ മറ്റുള്ളവർ പിടിക്കണമെന്ന് സുരഭി ഉറപ്പിക്കാൻ മറ്റൊരു കാരണം കൃഷ്ണ അവളെ സംശയിക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. പലവട്ടം അടുക്കള മുറ്റത്ത് കണ്ട നിഴൽ രൂപങ്ങൾ കൃഷ്ണയിൽ സംശയം തീർത്തു. പലപ്പോഴും സ്വന്തം മുറിയിൽ നിന്ന് പടികൾ ഇറങ്ങി പോകുന്ന സത്യയെ കണ്ടതോടെ സുരഭിയോ സത്യോ എന്നൊരു ചിന്ത അവൾക്കുള്ളിലുണ്ടായി. സത്യ അച്ചമ്മയുടെ മുറിയിലേക്ക് കിടക്കാൻ പോകുന്നതാണെന്ന് കൃഷ്ണയ്ക്കറിയില്ലായിരുന്നു. അന്നും കൃഷ്ണ ആ നിഴൽ രൂപങ്ങൾ കണ്ടു. സൂരജിനെ പിടിച്ചു വലിച്ചവർ താഴേക്ക് വന്നു. അടുക്കള കടന്ന് ഡൈനിങ് റൂമിലെത്തിയ സുരഭി സ്റ്റെയർ ഇറങ്ങി വരുന്ന കാലടി ശബ്ദത്തിൽ പകച്ചു. ഹാളിലെ ലൈറ്റ് തെളിയുമ്പോൾ കാത്തിരുന്ന് തന്നെ കുടുക്കിയ കൃഷ്ണയുടെ വിജയിച്ച മുഖത്തിനു മുമ്പിൽ സുരഭി തന്റെ ഞെട്ടൽ മറച്ചു പിടിച്ചു. ലൈറ്റ് തെളിഞ്ഞ നിമിഷം ശോഭയ്ക്ക് പിന്നിലൂടെ സത്യയുടെ മുറിയിലേക്ക് കയറിയ അരുണിനെ കാണാതെ കൃഷ്ണ അവളെ സംശയത്തോടെ നോക്കി. കാരണം ജനലിലൂടെ അടുക്കള വശത്തേക്ക് തിരിയുന്ന 2 രൂപങ്ങളെ അവൾ കണ്ടിരുന്നു. ആ രൂപം സുരഭിക്കടുത്തുള്ള ഏതെങ്കിലും ഭാഗത്തുണ്ടെന്ന് അവൾക്കുറപ്പായിരുന്നു. ഒരാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് സുരഭിയെ സൂക്ഷിച്ചു നോക്കി സൂരജിനു വേണ്ടി അവൾ കാത്തുനിന്നു. അവൻ പടികൾ ഇറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മങ്ങിയ വെളിച്ചത്തിൽ ഡൈനിങ് റൂമിൽ നിൽക്കുന്ന സുരഭിയെ കണ്ട് സൂരജിന്റെ മുഖം ചുളിഞ്ഞു. നീ എന്താ ഇവിടെ? അത് വെള്ളം കുടിക്കാൻ. അവൾ വിക്കി വിക്കി പറയുമ്പോൾ അവൻ വീണ്ടും സംശയത്തോടെ നോക്കി. നിനക്ക് ലൈറ്റ് ഇട്ടൂടെ? അത് പിന്നെ ഫോൺ കയ്യിലുണ്ടല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നത്? പെട്ടെന്ന് നിങ്ങളെ കണ്ടാൽ പേടിക്കില്ലേ? എനിക്ക് പിന്നിൽ നിങ്ങളെ പ്രതീക്ഷിക്കില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ 2 ആത്മാക്കളെ കൊണ്ട് വെച്ചേക്കുന്ന വീടാണ്. ചുമ്മാ പേടിപ്പിക്കാതെ പോയേട്ടാ. വെപ്രാളത്തിൽ പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ മുറിയിലേക്ക് പോകാൻ സ്റ്റെപ്പ് കയറിയപ്പോഴാണ് എല്ലാവരും സത്യ കിടക്കുന്ന മുറിയിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടത്. ഒപ്പം സത്യയുടെ നിലവിളിയും. തുടരും.